MLA-യുടെ അനിയന്റെ മോളെ കാണാനില്ല. ഞാനിവിടെ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലാ. തിരുവനന്തപുരത്ത് എവിടെ എങ്ങനെയൊക്കെ പോണെന്ന് ഗൂഗിൾ ആൻഡിയൊക്കെ നന്നായിട്ട് എനിക്കറിയാം. മനസ്സിലായോ? ഞാൻ കണ്ടതാ, ഈ കണ്ണുകൊണ്ട് കണ്ടതാ. വലവീശി കഴിഞ്ഞു. അതെ, എത്ര മണിക്കാ കല്യാണം? 9:30. ഈ കല്യാണം നടക്കില്ല. അച്ഛന് സംശയമാണ്. സാർ SP രാജ്കുമാർ സാറിന്റെ ഫ്രണ്ടാ. ആ കാറും കോട്ടും കണ്ടോ, വലിയ പുള്ളി എന്നാ തോന്നുന്നത്. ഞാനേ ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട്, ഈ ഊട്ടിയിലുള്ളവരൊക്കെ എവിടെയാ ടൂർ പോകുന്നെന്ന്. ഒരു മാറ്റവും ഇല്ലല്ലേ? ഞാൻ ചേട്ടനെ ബസ് സ്റ്റാൻഡ് അപ്പോ സംശയിച്ചു. എന്ത് സംശയം? ചേട്ടാ വിളിക്കണോ അങ്കിളെ വിളിക്കണോ? എപ്പോ ഒരുത്തി കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നു അപ്പൊ ബ്രേക്കപ്പ് ആവും. ഞാൻ എങ്ങോട്ടേലും പോവാൻ പോവാനി. അതാ നല്ലത്. ഇത് കഴിഞ്ഞ് എനിക്കൊരു സ്ഥലം വരെ പോകാനുള്ളത്. ഈ രാത്രിയില്ല. ഇതാരാ? അയ്യോ ദിവ്യ, തെറ്റിദ്ധരിക്കല്ലേ? ഇതങ്ങനെയല്ല. ഓക്കെ അല്ലേ? അല്ല, ഇങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ കരഞ്ഞാ ഇനി വലുതൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? കരയാതെ പിന്നെ എന്ത് ചെയ്യാനാ? കരണ്ടേട്ടാ പോട്ടെ. എന്തോ നടത്തിയത് എങ്ങനെയുണ്ട്? കുറച്ച് കണവയും പൊറോട്ടും കൂടെ മിക്സ് ചെയ്ത് അടിച്ചു നോക്കി. ആദ്യം കണ്ടപ്പോ നിങ്ങൾ തമ്മിൽ അത്ര മാച്ച് ഇല്ലാന്ന് തോന്നി, പക്ഷെ ഇപ്പൊ നോക്കുമ്പോ തെറ്റാണ്. എന്തിനാ ചിരിക്കുന്നു? ഞാൻ ചോദിച്ചില്ലല്ലോ ചേട്ടാ. ഒരു കല്യാണം കഴിക്കാൻ ഇത്രയൊക്കെ ആലോചിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടാ. ഇപ്പൊ സംഭവം വർക്കൗട്ടായില്ലേ? വർക്കൗട്ടായി. അതെ, ഇക്കാലത്തെ പിള്ളേരുടെ കാര്യമാണേ, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാ. ചേട്ടൻ മറ്റേ അമ്മ ഉണ്ടായി പോണം. അല്ല, ഈ കാലത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചു.